കെ സരുൺകുമാർ, രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ സുതാര്യമായ ഇടപാട് എന്നതായിരുന്നു CPM-ന്റെ CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള കരാറിനെ കുറിച്ചുള്ള ഇതുവരെയുമുള്ള നിലപാട്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു അന്വേഷണം എക്സാലോജിക്കിനെതിരെ വരുന്നു, CMRL-നെതിരെ വരുന്നു, KSIDC-ക്കെതിരെ വരുന്നു. ആ അന്വേഷണം വരുന്ന സാഹചര്യമാവട്ടെ ബാംഗ്ലൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ 2013 കമ്പനീസ് ആക്ടിലെ പല ഭാഗങ്ങളും ലംഘിച്ചതായും കുറ്റകൃത്യം നടന്നതുമായും പ്രഥമനിഷ്ഠയാ ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനി കാര്യാലയത്തിൻ്റെ മന്ത്രാലയത്തിൻ്റെ അന്വേഷണം വരുന്നത്. എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? രാഷ്ട്രീയ പ്രേരിതമെന്ന പതിവ് ശൈലി മാത്രമാണോ ഇവിടെയും പ്രതിരോധത്തിനായി നിങ്ങൾ തേടുക? ഇവിടെ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ മുന്നിൽ, പ്രത്യേകിച്ച് അന്വേഷണം നടത്താൻ അധികാരമുള്ള ഏജൻസിയുടെ മുന്നിൽ ഒരു പരാതി കിട്ടിയാൽ ആ പരാതി പരിശോധിക്കുക അല്ലെങ്കിൽ പരിഗണിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇവിടെ മാസങ്ങൾക്ക് മുൻപ് കമ്പനി നിയമപ്രകാരം ഉള്ള അതോറിറ്റിയുടെ മുന്നിൽ ഇത്തരത്തിലൊരു പരാതി കേരളത്തിലെ ശ്രീ ഷോൺ ജോർജ് സമർപ്പിച്ചിരുന്നു. പക്ഷേ ആ പരാതി പരിശോധിക്കുകയും പരിഗണിക്കുകയും എല്ലാം ചെയ്തിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിലൊരു തുടർ നടപടി എന്ന രൂപത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പ്രത്യേകിച്ച് ഒരു പരാതി കിട്ടി പ്രഥമദൃഷ്ട അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അത്തരത്തിലൊരു കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്തത് ഇന്ന് പ്രഖ്യാപിച്ചതുപോലെ അഫയേഴ്സ് ഓഫ് ദി കമ്പനി എന്നതിനെക്കുറിച്ച് സെക്ഷൻ 210 പ്രകാരമുള്ള ഒരു എൻക്വയറി മാത്രം പ്രഖ്യാപിക്കണം എന്ന ഒരു പ്രയറോട് കൂടി ആയിരുന്നില്ല. മറിച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന രൂപത്തിലാണ് പരാതി കൊടുത്തത്. ഗുരുതരമായിട്ടുള്ള പരാതിയാണ് അത്. സെക്ഷൻ 211ഉം 212ഉം അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം ഒരു പ്രഖ്യാപനം നടത്തി അന്വേഷണം നടത്തണം എന്നുള്ള തരത്തിലാണ്. അത് കമ്പനി നിയമപ്രകാരം ഏറ്റവും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യുന്ന കമ്പനികൾക്കെതിരാണ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പ്രകാരം ആ സെക്ഷൻ പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുക. ഈ പരാതി മാസങ്ങളായിട്ടും കമ്പനി നിയമപ്രകാരം അന്വേഷിക്കേണ്ട ഏജൻസിയുടെ മുന്നിൽ പെൻഡിങ് നിന്നിട്ടും അതിലൊരു തീരുമാനമാകാതെ വന്നപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അത് വിശദമായി വാദം കേട്ടു. ഒരു ഇടക്കാല ഉത്തരവും കൊടുത്തില്ല. തിങ്കളാഴ്ച, അതായത് ഈ വരുന്ന മറ്റന്നാൾ ആ കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്നു. അങ്ങനെ പരിഗണിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കോടതി വിധി വന്നതിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു എന്നത് വരാതിരിക്കാൻ വേണ്ടി ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ ഓർഡർ താങ്കൾ വായിച്ചു കാണും. ഞാൻ ആ ഓർഡർ വായിച്ചു. അരുൺകുമാറിന്റെ സംശയം ഇതാണ്, ആ ഓർഡറിൽ തന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബാംഗ്ലൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ 2013 കമ്പനി നിയമം വയലേറ്റ് ചെയ്തതായും ഒപ്പം ചില ഒഫൻസസ് നടത്തിയതായും എക്സാലോജിക്കിന്റെ പേരിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എക്സാലോജിക്കിൻ്റെ കമ്പനി വ്യാപാരങ്ങൾ, അത് CMRL-ലുമായി ബന്ധപ്പെട്ട ഇടപാടുകളാവട്ടെ, ആ ഇടപാടുകൾ സംശയത്തിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണല്ലോ ഈ പരാതി വരുന്നത്. മാത്രമല്ല CMRL കൊടുത്തിരിക്കുന്ന മറുപടി അത് വേഗം ഇവേസീവുമാണ്, അവ്യക്തമാണ്, ഒഴിഞ്ഞുമാറുന്നതാണ്. KSIDC ആണെങ്കിൽ CMRL 14% ഓഹരിയുള്ള KSIDC ആണെങ്കിൽ മറുപടി നൽകിയിട്ടുമില്ല. അപ്പം മൊത്തം ദുരൂഹതയുണ്ട്. അതിൽ 3 ഘട്ടമാണുള്ളത്. ഒന്ന്, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്ഷൻ 206 പ്രകാരം ഏതൊക്കെയോ ഡോക്യുമെന്റുകൾ പരിശോധിച്ചു എന്നതാണ്. സെക്ഷൻ 206 അങ്ങേക്ക് അറിയാം. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല, മറിച്ച് ഡോക്യുമെന്റുകൾ വിളിച്ച് പരിശോധിക്കുന്ന ഒരു ഘട്ടമാണ്. അത് പല ഘട്ടത്തിൽ കൊടുത്ത ഡോക്യുമെന്റ് ആകാം. ഇത് 2020 ശേഷം പ്രവർത്തിക്കാത്ത വൈൻഡപ്പ് ചെയ്ത ഒരു കമ്പനിയാണ് എക്സാലോജിക്. 2020 ശേഷം പ്രവർത്തിക്കാത്ത വൈൻഡപ്പ് ചെയ്ത ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതൊക്കെയോ രേഖ 2023 പരിശോധിച്ച് ആ പരിശോധിച്ചതിൽ എന്തൊക്കെയോ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്. അത് 206 പ്രകാരമുള്ളത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ CMRL-ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്ത റിപ്പോർട്ടുകൾ വെയ്ഗാണ് എന്ന് പറയുന്നു. ആ റിപ്പോർട്ട് ഏതായാലും CMRL-ലുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പരിശോധിക്കട്ടെ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് KSDC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്ത ഒരു കത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടിന് മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളത്. അത് തെറ്റാണ്. ഞാൻ എൻ്റെ എൻക്വയറിയിൽ മനസ്സിലാക്കുന്നത് ജനുവരി മാസം 3-ാം തീയതി തന്നെ KSIDC രജിസ്റ്റേർഡ് തപാലിൽ ഈ കൃത്യമായിട്ടുള്ള കമ്പനി ലോ അതോറിറ്റിക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ടുള്ള കത്ത് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി പരിഗണിച്ചിട്ടല്ല ഈ 12-ാം തീയതി ഈ ഉത്തരവ് ഇട്ടത്. പ്രത്യേകിച്ച് 15-ാം തീയതി ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നു എന്നതുകൊണ്ട് ഒരു ഉത്തരവിലേക്ക് പോയത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്ത ഒരു കമ്പനിക്ക് 3 വർഷം കഴിഞ്ഞ് ഏതോ തരത്തിൽ 206 പ്രകാരം രേഖ പരിശോധിച്ചപ്പോൾ
ഏതോ ഒഫൻസ് കണ്ടെത്തുകയാണ് എന്നുള്ള രീതിയിൽ വൈകായിട്ട് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കുറവാണ് കണ്ടെത്തിയിരിക്കുന്നത്, ഏത് രേഖയിലാണ് ഇത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് കണ്ടെത്തിയതെന്നും ഈ ഓർഡറിന്റെ ഭാഗമായി പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, CMRL കൊടുത്ത റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് എവിടെയാണ് അവ്യക്തത ഉള്ളത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനി ലോസ് നിയമപ്രകാരം അധികാരമുള്ള ഒരു അതോറിറ്റി പരിശോധിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൃത്യമായി ഞാൻ പറയുന്നു. മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതിലെ ഫ്രോഡുലൻസ് ഈ പറയുന്ന ഈ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്, കമ്പനി കാര്യ മന്ത്രാലയത്തിന് അന്വേഷിക്കാവുന്നതാണ്. അതിലെ ഫ്രോഡുലൻസിൽ പറയുന്നത് നോക്കൂ, റോങ് ഫുൾ ഗെയിൻ പറയുന്നുണ്ട്, റോങ് ആയിട്ടുള്ള ലോസ് പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും തരത്തിൽ മറ്റു മാർഗങ്ങളിലൂടെ കമ്പനിയെ കബളിപ്പിക്കത്തക്ക രീതിയിലുള്ള നീക്കം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ റോങ് ഫുൾ ഗെയിൻ ഉണ്ട്. ആ റോങ് ഫുൾ ഗെയിൻ ആണ് ഇൻകം ടാക്സിന്റെ. അപ്പോൾ നമുക്ക് ഇൻകം ടാക്സിന്റെ ഇന്റീരിയം സെറ്റിൽമെന്റ് റിപ്പോർട്ടിലേക്ക് പോകണം. അവിടെയാണ് എങ്ങനെയാണ് ടാക്സ് ഇവേഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് CMRL കമ്പനി നടത്തിയ റോങ് ഫുൾ ഗെയിൻ ഉണ്ടാവുന്നു. ആ റോങ് ഫുൾ ഗെയിൻ ഉണ്ടാക്കുന്നത് ഒരു റോങ് ഫുൾ ലോസ് വരുത്തിക്കൊണ്ടാണ് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. അത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് പരിഹരിച്ച വിഷയമാണ്. അതുകൂടി ഈ പരിശോധനയിലും ആ പരിശോധനയിലാണ് ചെയ്യാത്ത സേവനത്തിന് എക്സാലോജിക്കിന് പണം കിട്ടുന്നു, എക്സാലോജിക്ക് പണം കൈപ്പറ്റുന്നു. അതുമായി ബന്ധപ്പെട്ട് മറ്റു ഡോക്യുമെന്റ് പരിശോധിക്കുമ്പോൾ ആ മൊഴികൾ നമ്മുടെ മുൻപിൽ IT-യുടെ ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്റെ മുൻപിൽ നിൽക്കുന്നു. അപ്പോൾ ഈ രണ്ട് കേസുകളും വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അത് അങ്ങ് പറഞ്ഞതിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് CMRL-ുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ടാക്സ് ഇവേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അത് അന്വേഷിക്കേണ്ടത് ആദായ നികുതി വകുപ്പാണ്. ഒരു കമ്പനി നിയമപ്രകാരം അവരെന്തെങ്കിലും വയലേഷൻ നടത്തിയിട്ടുണ്ടോ കമ്പനി നിയമപ്രകാരം അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് അതിൽ യാതൊരു ടെൻഷനില്ല. പിന്നെ 2019 CMRL-ന്റെ ഉദ്യോഗസ്ഥരുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ ഒരു ഡയറിയുടെ പേപ്പർ കിട്ടിയെന്നും അതിൽ പല പേരുകളുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ അവർ നൽകിയിട്ടില്ലെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടന്നോട്ടെ, ഞങ്ങൾക്ക് അതിലൊന്നും ഒരു ഭയമില്ല. ഞങ്ങൾ ഇവിടെ പറയുന്നത് ഇവിടെ എക്സലോജിക്കൽ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ നാളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അവാർഡ്, ആ അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം പോലും എക്സലോജിക് കമ്പനിക്കോട് ചോദിക്കുകയോ സമൻസ് അയക്കുകയോ ഡോക്യുമെന്റ് വിളിച്ചു വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഹിയർ ദി അതർ സൈഡ് ഇല്ലാതെ നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷനായി വന്ന ആ ബൈൻഡിംഗ് ഓർഡർ ഞങ്ങൾക്ക് ബൈൻഡിംഗ് അല്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞു. സെറ്റിൽമെന്റ് ബോർഡ് പരിഗണിക്കുന്നത് ആ കമ്പനി ടാക്സ് ഇവേഷൻ നടത്താൻ വേണ്ടി ഈ ചെലവുകൾ പെരുപ്പിച്ച് കാണിച്ചിട്ടുണ്ടോ അത് കണ്ടെത്തിയിട്ടുണ്ട് വിവിധ മൊഴികളുടെ അടിസ്ഥാനത്തിൽ. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു പെനാൽറ്റി വിധിച്ചു. ആ പെനാൽറ്റി അടച്ചു നിർത്തപ്പോൾ ആ കേസ് അവിടെ അവസാനിച്ച് ക്ലോസ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം ഈ എക്സ്പെൻഡിച്ചർ ഇൻഫ്ലേഷന്റെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷേ ആ റിപ്പോർട്ടിൽ, ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയുടെ റിപ്പോർട്ടിൽ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന പണത്തെക്കുറിച്ച് പറയുന്നത് ഒരു പ്രമുഖ രാഷ്ട്രീയ വ്യക്തിയുടെ മകളുടെ കമ്പനി എന്ന രീതിയിൽ പണം കൊടുത്തിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആക്ഷേപം ഒന്ന്. രണ്ടാമത്തത് അതിലെ PV പിണറായി വിജയനാണ് എന്ന് കമ്പനിയുടെ CFO സുരേഷ് കുമാർ തന്നെ 10ാമത്തെ പേജിൽ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അത് ക്യാഷായ ട്രാൻസാക്ഷൻ കൊടുത്തിരിക്കുന്നു. ആ 10ാമത്തെ പേജിൽ തന്നെ അത് എന്തിനു കൊടുത്തിരിക്കുന്നു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. അതായത് ഈ കമ്പനിയുടെ ലാഭം വളരെ വേഗത്തിലാക്കുന്നതിന് വേണ്ടി, കൊമേഴ്സ്യൽ എക്സ്പീഡിയൻസിക്ക് വേണ്ടി ഇത്തരത്തിൽ വഴിവിട്ട നീക്കം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ആശങ്ക അരുൺകുമാർ. അത് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ റോങ് ഫുൾ ലോസ് ഉണ്ടാക്കാൻ വേണ്ടി കണക്ക് പെരുപ്പിച്ച് കാണിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അത് കമ്പനി നിയമത്തിന് വയലേഷനാണ് എന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം ആവശ്യപ്പെടുന്നു. അതിൽ കൃത്യമായ ഉത്തരം നൽകാൻ 3 കമ്പനികൾക്കും സാധിച്ചിട്ടുമില്ല. ഇതിൽ അങ്ങ് ആദ്യം പറഞ്ഞല്ലോ ഒരു പ്രമുഖന്റെ മകൾ എന്ന രൂപത്തിൽ ആ റിപ്പോർട്ടിന്റെ പരാമർശം ആദ്യഘട്ടത്തിൽ മുതൽ ഞങ്ങൾ ഇത്തരം ചർച്ചകളിൽ ഉന്നയിച്ച കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഒരു കമ്പനിയും അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പും തമ്മിലുള്ള ഒരു സെറ്റിൽമെന്റ് ചർച്ചയിൽ ഒരു ഘട്ടത്തിൽ പോലും തെളിവ് മൂല്യം വരാത്ത തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്ന രൂപത്തിൽ മറ്റു പേയ്മെന്റുകൾ നൽകി PVയുടെ മകൾ, അവിടെയാണ് വിശേഷണം വരുന്നത് അരുൺകുമാർ. അല്ല, രണ്ടും രണ്ടാണ് മിസ്റ്റർ അരുൺകുമാർ. ഞാൻ പറയട്ടെ, നമുക്ക് തർക്കത്തിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, കേരള ഭരണത്തിൽ വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ മകൾ എന്ന രൂപത്തിൽ ഒരു പരാമർശത്തിലേക്ക് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പോകുമ്പോൾ ഒരു കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ എന്ന രൂപത്തിൽ ആ കേരള ഭരണത്തെയും ഭരണത്തിൽ സ്വാധീനമുള്ള വ്യക്തിയിലേക്ക് എത്താൻ വേണ്ടി യാതൊരു തെളിവുകളും മുന്നിൽ വരാത്ത സാഹചര്യത്തിൽ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ആ കമ്പനിയുടെ സമൻസ് അയക്കാതെ ആ കമ്പനിയുടെ വാദം കേൾക്കാതെ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ പല അക്ഷരമാലയിലെ 2 അക്ഷരം വെച്ചുകൊണ്ട് പറഞ്ഞ പേര് ഈ പൊതുമധ്യത്തിൽ എന്തിനാണ് സംശയം ഉണ്ടാക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്നത്?
അങ്ങനെ ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയിൽ തങ്ങളെ കേൾക്കാതെ തങ്ങൾക്കെതിരെ അത് ഒരു പറ്റില്ല. ആരോപണം അതായത് ഉന്നയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാമല്ലോ. ഇല്ല, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ നടക്കുന്ന ഒരു സെറ്റിൽമെന്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായി ഒരു അപ്പീലോ ഒരു റിവിഷനോ ഒരു ഡിഫാമേഷനോ ഒന്നും തരത്തിലും പറ്റില്ല. ഒരു സാധുതയുമില്ല അതില്. ഇതൊക്കെ പലതരത്തിൽ നമ്മൾ ചർച്ച ചെയ്താണ്, പലതരത്തിൽ പരിശോധിച്ചതാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു തെളിവും വരാതെ ഒരു നോട്ടീസും തരാതെ എന്തോ എഴുതി വെച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്പീൽ പോകണം. അതായത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന നിലപാടിലാണ് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. ഈ പരാതി കൊടുത്ത ഷോൺ ജോർജ് അല്പസമയം മുമ്പ് ഞങ്ങളോട് സംസാരിച്ചത് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ്. കേട്ടിട്ട് വരാം.